അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ 2 ദിവസമായിട്ട് വ്ളോഗൊന്നുമില്ലല്ലേ, വെയ്യായി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മണ്ടിപ്പാഞ്ഞ് കണ്ട് എടുക്കാൻ വയ്യ. നമുക്ക് നമ്മളെ പണികളും ഉണ്ട് ഇവിടെ, ഉമ്മാനെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കൂടിയായിട്ട് നമ്മൾ എഡിറ്റിങ്ങും പാക്കിങ്ങും എല്ലാം കൂടി നമ്മൾ തന്നെ ഒരു കൈ ചത്തണ്ടേ. രാവിലെ 6:30 ഇത് പോയി കഴിഞ്ഞാൽ രാത്രി 9:00 വരിക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ റിഷാ മൊയ്തു ചാനൽ ആരെങ്കിലും കാണണ്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ട്, ലൈക്ക് ചെയ്യുകൊണ്ട് കേട്ടോ മക്കളെ. പറയുമ്പോഴെങ്കിലും ലൈക്ക് ചെയ്യുകൊണ്ട്, എന്നാലേ കൂടുതൽ ആളുകൾക്ക് എത്തിക്കുള്ളൂ കേട്ടോ. ചെരിഞ്ഞ് പൊട്ടിയാൽ ഇറച്ചോട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു വ്ളോഗാണ്, സ്കിപ്പ് അടിച്ചാതെ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി, സ്പെഷ്യലുണ്ട്. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി നുറുക്കി ഉണ്ടാക്കാമെന്ന് കരുതി. നമ്മളെ ഉമ്മ ഉണ്ടല്ലോ ഇവിടെ, ഉമ്മാക്ക് വെയ്യാത്തങ്ങൾക്കൊക്കെ അറിയില്ലേ, ചവക്കാൻ വെക്കൂല മക്കളെ, ചോറ് വരെ തിന്നാൻ വെക്കൂല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉമ്മാക്ക് ഞാൻ രായിയോ അല്ലെങ്കിൽ ഓട്സോ ഒക്കെ ഒന്ന് ബെരകി കാണ്ട് ഇങ്ങോട്ട് വായിക്ക് വെച്ച് കൊടുക്കല കേട്ടോ. അപ്പോൾ തിന്നാൻ കഴിയും കേട്ടോ. മറ്റേത് ചെറിയരിക്കഞ്ഞി മാത്രം ഇങ്ങനെ കഴിക്കുമ്പോഴേ ഈ ഗുളികയൊക്കെ കഴിക്കണേല്ലേ, ഒരു 10-15 ഗുളികയൊക്കെ കുടിച്ചാണ്ട് ഉമ്മാക്ക്. അപ്പോൾ അതൊക്കെ പാടെ ഗതികേടാവും, വായ്പ എടുക്കുകയാണ്, ഛർദ്ദിക്കാൻ വരികയാണ്, ക്ഷീണമാണ്, ഇതൊക്കെ പറയും. അപ്പം ഞാൻ എന്താ കാട്ടിയെന്നോ, ഞാൻ ഇങ്ങോട്ട് കൊടുന്നപ്പോൾ എന്താ കാട്ടിയത്, എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഓല വയറ്റിക്ക് എത്തിച്ചാലേ കുറേയൊക്കെ ഒരു ലെവൽ കിട്ടുമല്ലോ ശരീരത്തിന്. നമ്മളായാലും ഭക്ഷണം നേർക്ക് തിന്നാലല്ലേ നമ്മൾ ഇത്രയും മരുന്നും ഗുളികയൊക്കെ കുടിച്ചുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വയറ്റി ചെന്നാലാണല്ലോ അല്ലേ നമുക്കൊരു ഉന്മേഷം ഊർജ്ജമൊക്കെ കിട്ടുക. അപ്പം ഞാൻ എന്താ കാട്ടിയത്, കുറച്ച് രായിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ മക്കൾക്ക് എടുത്തച്ചേ, ആ രായി എടുത്തുകാണ്ട് പെരകിക്കാണ്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചെറുഗോതമ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലേസം തേങ്ങാപ്പാൽ എന്തെങ്കിലുമൊക്കെ വെച്ചുകാണ്ട് അങ്ങനെ ഉണ്ടാക്കി കാണ്ടൊക്കെ കൊടുക്കും കേട്ടോ. ഇത് വലിയ ഗോതമ്പാട്ടോ, ഇത് ലേസം ഞാൻ വാങ്ങിക്കൊടുന്നു. എന്നാൽ പിന്നെ ഇത് നല്ലോണം അങ്ങോട്ട് വേവിച്ച് കാണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഒരാഴ്ച മുന്നും കൂടി ഞാൻ ഉണ്ടാക്കി ഇതെങ്ങനെ വേവിച്ചാന്ന്. എല്ലാവരും അന്തം വിട്ട് ചോദിച്ചിരുന്നു കേട്ടോ, ഇങ്ങനെ വേവോ താത്താ ചോദിച്ചിരുന്നു. ഒന്നാമത് ഗോതമ്പ് കുത്തിയൊക്കെ നമ്മൾ അടുപ്പത്തിട്ട് നന്നായിട്ട് നല്ല തിളപ്പിച്ച് വേവിച്ച് കാണ്ടാണ് ഉണ്ടാക്കുക അല്ലേ. അപ്പം അപ്പോഴൊന്നും ആയി കിട്ടൂല, കുക്കറിൽ വേവിച്ചാൽ ആ വേവില്ല, കല്ല് പോലെ നിൽക്കും. ഇതുപോലെ റൈസ് കുക്കറിൽ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായി വെന്ത് കിട്ടും കേട്ടോ. രാവിലെ തന്നെ ചെയ്ത് വെച്ചാൽ വൈകുന്നേരത്തിന് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ കുറച്ച് തോന അവിടെ ഉണ്ടാക്കി വെച്ചാൽ ഉമ്മാക്ക് ഇത്തിരി തേങ്ങ എന്തെങ്കിലുമൊക്കെ ചിരണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ അങ്ങനെ തിന്നോളുമല്ലോ കരുതികാണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് വയറ്റത്ത് ആക്കാൻ മക്കളെ പറ്റൂല, പിന്നെ ക്ഷീണമാണ് കുഴക്കാണ് എന്നൊക്കെ പറയൽ തുടങ്ങും ഉമ്മ. ഒന്നാമത് ഭക്ഷണം നേർക്ക് കഴിക്കാൻ കഴിയണില്ല, അല്ലാതെ തന്നെ കഴിയൂല കേട്ടോ. അവിടെ അങ്ങനെ ആ എല്ല് പൊട്ടിയോണ്ട്. അപ്പോൾ ഇല്ല പോലെ ബൗസാക്കി കണ്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങോട്ട് തിന്നു കേട്ടോ. തിന്നിട്ടില്ലെങ്കിൽ ഞാൻ സ്പൂൺ കൊണ്ട് അങ്ങനെ വായിക്ക് വെച്ച് കൊടുത്താൽ അങ്ങനെ തിന്നോളും. അപ്പോൾ അതാക്കണ ലേസം തേങ്ങയൊക്കെ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ പിജണുണ്ട് കേട്ടോ. അപ്പോൾ 2-3 തേങ്ങ തേങ്ങയൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാമല്ലോ. അപ്പം മഞ്ചേരി പോയപ്പോൾ 2-3 തേങ്ങയൊക്കെ വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ. ആ ഗോതമ്പും തന്നെ ഒരു 5 കിലോ അല്ലാതെ നമ്മൾ മില്ലൊന്നും കുത്തി തരൂല. അപ്പം എല്ലാ മില്ലിലൊന്നും കുത്തൂല്ല കേട്ടോ, കുത്തിക്കാണ്ട് അതിൻ്റെ ഇതൊക്കെ എടുക്കുമല്ലോ. ഇപ്പോൾ ഒലക്കും ഓരലൊന്നും ഇപ്പോൾ ഓടില്ലാനും. അപ്പം ഞാൻ കുത്തിയത് വാങ്ങണം കേട്ടോ. 1 കിലോന് 45-55 ഒക്കെ ഉണ്ട് മില്ലിൽ. അപ്പോൾ അത് വാങ്ങിക്കാണ്ട് പോന്നാൽ 2-3 വട്ടമൊക്കെ വെച്ച് കൊടുക്കാമല്ലോ. ഇതുപോലെ നന്നായിട്ടാണ് കുത്തി അടിച്ചാൽ മതി കേട്ടോ. രാവിലെ തീമത്ത് വെച്ചാണ് നമ്മൾ സാധാ ചോറൊന്നും തിളപ്പിച്ച് കാണ്ട് അന്നിങ്ങോട്ട് എല്ലാം ദമ്മാക്കി കണ്ടാണ്ട് ഇറക്കി വെച്ചാൽ മതി റൈസ് കുക്കർക്ക് കേട്ടോ. വല്ലുള്ളിയിലാണ് തൂമിച്ചിരിക്കുന്നത്, ഇത്തിരി നെയ്യ് ഒഴിച്ച് കാണ്ട് ഇന്നിങ്ങോട്ട് ബൗസാക്കുന്നുണ്ട് കേട്ടോ.
നമ്മക്ക് തിന്നാനൊരു തൊള്ളക്കൊരു ചൊയും പുളിയൊക്കെ ഉണ്ടാവുമ്പോഴേ മറ്റേ ഈ കഞ്ഞി ഇങ്ങനെ നല്ലോ അടിച്ചു കാണ്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരു വെറുപ്പായിരിക്കൂലേ. അതുകൊണ്ട് തന്നെ പറ്റ മെലിഞ്ഞ് കോലക്കേടായിക്കണം കേട്ടോ. പിന്നെ ഈ ഗുളിക കുടിച്ചണോണ്ടാണ് ഒന്നാമത്. അപ്പോൾ ഇതാക്കണ കുറച്ച് തോന അങ്ങോട്ട് ഉണ്ടാക്കണം. എന്നാൽ പിന്നെ എന്താണെന്നോ ലേസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം മക്കൾക്ക് വേണ്ടി വരും. എന്നാൽ കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി വരില്ല. അപ്പോൾ എല്ലാ പെരയിലും അവസ്ഥയാണ്. അപ്പോൾ തോന ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി വരില്ല. എന്നാൽ ലേസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കത്തിനും വേണ്ടി വരും. അപ്പോൾ ലേസം അങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ബൗസിലുണ്ടാക്കും, എന്നാലാ കുട്ടികൾക്കും തന്നെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊന്നും കാക്കു കഴിക്കലില്ലായിരുന്നു കേട്ടോ. പക്ഷേ കാക്കുവിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. കാക്കു ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ കാക്കുവിനോട് ഞാൻ പറഞ്ഞാൽ പോത്തും കുട്ടി വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, രാവിലെ കൊണ്ടേ കെട്ടിയിട്ടാണ്, നിങ്ങളൊന്ന് കൊണ്ടേക്കാണ്ട് കഴിച്ച് കെട്ടുമോ ചോദിച്ചപ്പോൾ കാക്കുവിന് ആകെ ക്ഷീണവും കൊയ്ക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ പോകണം 6 മണിക്ക് 5 മണിക്കൊക്കെ നീച്ചുകാണ്ട് കിണറ്റിലെ മണ്ണ് വരാനൊക്കെ പോണതാണ്. അപ്പോൾ കൊയങ്ങി വന്നിക്കണം. അല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാ ഭാഗത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ടെ എന്നിട്ട് പോവാറിന് കണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പണിക്ക് പോകാണ്ട് അപ്പോൾ 2 ദിവസമായിമ്മ അങ്ങനെ പറയണ് നഖമൊക്കെ ഒന്ന് നഖം വെട്ടിക്കൊണ്ടാന്ന്. അപ്പോൾ കട്ടർ തരുമ്പോൾ കിട്ടൂല. അപ്പോൾ നമ്മളെ ഈ കുട്ടികളിലെ പെരയിൽ ഇങ്ങനെ തന്നെ അല്ലേ, ഒരു സാധനം വെച്ചോടുത്ത് കാണൂല. അപ്പോൾ ഇതാക്കണം കേട്ടോ. ഞാൻ കുട്ടികൾ മൂത്രം ഒഴിച്ചിരുന്നു ആ തുമ്പത്ത്. അപ്പോൾ അതൊന്ന് കൊടുന്ന് കാണ്ടി നന്നായിട്ട് കഴുകിക്കാണ്ട് വെയിലത്ത് ഇട്ടതായിരുന്നു രാവിലെ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, ഒക്കെ അങ്ങനെ തന്നെ ആരും അതൊക്കെ ബൗസാക്കിക്കാണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ വീഡിയോ എടുക്കലുണ്ടാവില്ല. എൻ്റെ ഊരൻ്റെ നെട്ടും പൊട്ടും അല്ലാതെ തന്നെ ഇളകിക്കൊണ്ടാണ്. അപ്പോൾ ഇതാക്കണ് അതവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ നഖമൊക്കെ വെട്ടി കൊടുത്ത് വൃത്തിയാക്കിക്കാണ്ട് കുളിപ്പിച്ച് കൊടുത്തുകാണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളിപ്പിച്ചാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാക്കു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മെല്ലെ പുറത്തു കൂടെ കാണാതെ പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ മക്കൾ വിട്ടില്ല കേട്ടോ. അല്ല എപ്പോഴേലൊക്കെ പുറത്തിറങ്ങണേല. അപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം ഇറങ്ങാണ്ട് ഇച്ച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തോന്നലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞു ക്യാമറ പിടിച്ചുകൊണ്ട് ബാക്കിൽ കൂടെ പോന്നോളിയായിരുന്നു. ഞാൻ കെട്ടിക്കോളാറുണ്ട്. പോത്തും കുട്ടിക്ക് ഇന്നെ ആയാലോ കാക്കുവിനായാലോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ ഇണക്കണോടത്താണ് അതിൻ്റെ ഇതൊക്കെ നിൽക്കുന്നത്. മറ്റേത് ആട്ടിയിട്ട് കുത്തൂട്ടോ, ആരും അടുപ്പിച്ചൂല. ഷെയ്മോളോട് ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിച്ച് കെട്ടുകൊണ്ടി അറിയാം. നമ്മളിങ്ങനെ ശീലാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പോത്തുംകുട്ടീനെ കുറേ ദിവസമായി എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ പോത്തുംകുട്ടി എവിടെ ഇങ്ങനെ ചോദിച്ചാൽ തുടങ്ങിയാണ്. അപ്പോൾ പോത്തുംകുട്ടി ഇവിടെ ഉണ്ട്. പോത്തുംകുട്ടിക്കും കഞ്ഞിവെള്ളം കൊടുക്കലും പുല്ലൊടുക്കലും പുല്ലരിയലും ഒക്കെ ഉണ്ട്. എല്ലാം കൂടി ഇപ്പം എപ്പോഴും ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാട്ടി തരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഒരു ഒഴിവും ഉണ്ടാവില്ല കാട്ടി തരാനൊന്നും. ഒന്നാമത് വെച്ചിപ്പോൾ വീഡിയോസ് എടുക്കാൻ തന്നെ ഒഴിവില്ല. ഒന്നാമത് വെയ്യാനും കേട്ടോ. ഊരവേദന ആയിട്ട് നടക്കാനും ഇരിക്കാനൊന്നും വെയ്യ. പക്ഷേ നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കണം. പിന്നെ എത്ര വെയ്യാതായി നമ്മൾ കിടന്നിട്ടൊന്നും കാര്യമില്ല. ആരും സഹായത്തിനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ കാക്കൂനെയൊക്കെ പണിക്കറിനേക്കാതെ ഇവിടെ കുത്തർച്ചേണ്ടി വരും. അപ്പോൾ പിന്നെ തിന്നാനും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ട് ഒരു ഊക്കിലാണ് നീച്ച് വേണം അവിടെ. അല്ല അപ്പോൾ എന്താ കാട്ടുക. പിന്നെ കഴിയുന്തോറും കഴിയണ പോലെ ഞാൻ കിടക്കും. മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കിടക്കാൻ കഴിയുമോ അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. പിന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. പോത്തുംകുട്ടീനെ നമ്മൾ ആ തിരുമ്പണ തോട്ടിലാണ് കെട്ടണം കേട്ടോ. അതാണ് തോട് നിങ്ങൾക്ക് അറിയണമല്ലോ, നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നെയ്യിലൊക്കെ ഇതാക്കണം കേട്ടോ. നെല്ലൊക്കെ കണ്ടങ്ങൾ കൊയ്ത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഈ ഭാഗങ്ങളിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഭാഗങ്ങളിലൊക്കെ ചേച്ചിമാരുണ്ട്. അപ്പോൾ അവിടേക്ക് ആ ഭാഗങ്ങളിലൊന്നും വല്ലാതെ വീഡിയോസ് എടുത്തിട്ടില്ല. നമ്മളെ വീഡിയോസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എടുക്കാൻ ഒരുപാടുണ്ട് മക്കളെ, ഒരു ഒഴിവും ഇല്ലായിട്ടോ. പോത്തുംകുട്ടിയൊക്കെ ചറ പിടിച്ച് കാണ്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എവിടെ ആയിരുന്നു പോത്തോ ഇത്രയും നേരം എന്നായിരിക്കും അല്ലേ. അത് ചോദിച്ചു തന്നെ ആയിരിക്കും. ഉച്ചക്ക് കൊടുന്ന് കെട്ടിയിടണാണോ കേട്ടോ. രാവിലെ കുറച്ച് നേരം ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കെട്ടിയിടും. നന്നായിട്ട് പുല്ലൊക്കെ തീറ്റിക്കാണ്ട് ഞാൻ എന്ത് കാട്ടും ആ തോട്ടിൽ കൊടുക്കലാണ് കെട്ടിയിടും. കാക്കു രാവിലെ പോണേല്ലേ. പിന്നെ വൈകുന്നേരം അധികം കാക്കു തന്നെയാണ് ഇങ്ങനെ കാട്ടി കൂട്ടലൊക്കെ കേട്ടോ. ഇന്നിപ്പോൾ കാക്കുവിനൊരു മടി കാട്ടിക്കുമായിരുന്നു. കുട്ടികളെ ഞാൻ ആ ബാക്കിലൊന്ന് ശ്രദ്ധിച്ചോളാറിന് കാണ്ടി. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ കാട്ടിക്കൂട്ടലൊക്കെ. അതാക്കണ് പോത്തും കുട്ടി കേട്ടോ. ഓനെ കഴിച്ചേണ്ട താമസം ഓടി കയറി. ഓനെ വിശന്നിക്കണം കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കുറേ നേരം വെള്ളത്തിൽ കിടന്നില്ല. അവർക്ക് വെള്ളത്തിൽ കിടക്കണം. വെള്ളമല്ല കേട്ടോ, അതിൽ തുള്ളി വെള്ളമുള്ളൂ. തിരുമ്പാനൊന്നും ഇപ്പോൾ ആരും വരലില്ല. ഇപ്പോൾ കുളിക്കാനൊന്നും തിരുമ്പാനും കുളിച്ചാനൊന്നും വരുമ്പോൾ നമ്മളങ്ങനെ കെട്ടൂല കേട്ടോ. ഒന്നാമത് തിരുമ്പി കുളിച്ചണത് വെള്ളമാകുമ്പോൾ പോത്തിനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം നിങ്ങൾ കണ്ടില്ല, തീരെ ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണ്. അപ്പോൾ ആരും തിരുമ്പാനും കുളിച്ചാനൊന്നും വരില്ല. അപ്പോൾ ഓനവിടെ കിടത്തിയാൽ ഓന് നല്ല സുഖമാണ് വൈകുന്നേരം വരെ. ഇപ്പോൾ ഭയങ്കര വെയിലും അല്ലേ. അപ്പോൾ അതാക്കണ മിന്നുമ്മയും പൊന്നുമ്മയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇനി പോത്തുംകുട്ടീനെ ആ സൈഡിൽ കൊണ്ട് കെട്ടിട്ടെ. ഓന് നല്ല വിശന്നിട്ടുണ്ടോ, ഓൻ തിന്നണുണ്ട് കേട്ടോ. ഒന്നുകൊണ്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പോത്തുംകുട്ടീനെ എവിടെ പോത്തുവാ എൻ്റെ പോത്തുംകുട്ടി ചോദിച്ചിരുന്നു. ആക്കണ് കണ്ടോളിട്ടോ എൻ്റെ പോത്തുംകുട്ടീനെ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതങ്ങളൊക്കെ. പിന്നെ കുറേയൊക്കെ വീഡിയോസിൽ ഞാൻ പകർത്തും, എന്നാൽ തന്നെ അത് പകർത്തിയാൽ തന്നെ നമ്മളെ ആക്ഷേപിക്കണ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദാരിദ്ര്യം പറയണേ എത്താ അത് കാണാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ കണ്ടൻറ്റും നമ്മളെ വീഡിയോസുകളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതങ്ങോട്ട് പകർത്തില്ല പോലെ കുറേ ഞാൻ കട്ട് ചെയ്ത് കളയലാണ്. കുട്ടികൾ വീകണോ മറിയണോ അവിടെ നിർത്തുണ്ടോണോ അതൊന്നും ഇപ്പോൾ യൂട്യൂബിൽ ഇടാൻ കഴിയൂലല്ലോ എഴുതിക്കാണ്ട് ഒക്കെ ഇങ്ങനെ കാട്ടി കൂട്ടണമാണ് കേട്ടോ. ഇന്നിപ്പോൾ കാക്കുണ്ട് കേട്ടോ, ഇവിടെ കാക്കു ഇല്ല ദിവസം തന്നെയാണ്. കാക്കു വൈകുന്നേരം വന്നിട്ട് അപ്പോൾ ഞാനത് കെട്ടിക്കോളം എഴുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓനെ നോക്കാഞ്ഞാലേ നമ്മളെ പിന്നെ ഓനിപ്പോൾ ഇങ്ങനെ മൂപ്പെത്തി വരികയല്ലേ, അപ്പോൾ നമ്മൾ തിരിഞ്ഞ് കുത്താൻ നോക്കും. അപ്പോൾ പിന്നെ ഞാനും ഓൻ്റെ മേത്തേക്ക് അങ്ങനെ മെനക്കെട്ടാൽ ഇന്നെ ആരെങ്കിലുമൊക്കെ 1-2 ആൾക്കാരെ പോത്തുകൾ അടുപ്പിച്ചുള്ളൂ, നിങ്ങൾക്ക് അറിയില്ല, എല്ലാവരും ഒന്നും അടുപ്പിച്ചില്ല. അപ്പോൾ കാക്കു ഇവിടെ ഇല്ലാത്ത ടൈമിലൊക്കെ എനിക്ക് ഓനെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓന് ഇതാ അറിയുമ്പോഴത്തേന് വലിയ മനസ്സിനാവും കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലേ, പോത്തും കുട്ടിയെ കണ്ട് ഉരുണ്ട് പൊന്തി ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ ആളുകൾക്ക് പേടിയായിരിക്കും. ഇപ്പം തന്നെ ആളുകൾക്ക് അതിൽ അടുത്ത് കൂടെ പോകുമ്പോൾ വിട്ടിങ്ങനെ പോകും. എന്താ വെച്ചാൽ എത്ര ഐറ്റങ്ങൾ പോത്തിൻ്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമല്ല പറഞ്ഞാൽ മതി, കുത്ത് എപ്പോഴാണ് പറയാൻ പറ്റൂല. അപ്പം മാക്സിമം ഞാൻ തന്നെ ഓനെ കെട്ടാനും ഇതിനൊക്കെ വൈകുന്നേരം നോക്കും. കാക്കുണ്ടെങ്കിലും ഞാൻ പറയും ഞാൻ കെട്ടിക്കോളാറിയും. എന്താ വെച്ചാൽ നമ്മളെ കുത്താക്കാനും വേണ്ടിയിട്ടാട്ടോ, നമ്മളെ വല്ലാതെ ഉപദ്രവിക്കാക്കാൻ. എന്താ വെച്ചാൽ കാക്കു വല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. അപ്പോൾ ഓൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, ഇത് കണ്ടോ, അവിടെയൊക്കെ നന്നായിട്ട് പച്ച പുതച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ കൈ കൊണ്ട് ഇങ്ങനെ കൊട്ടിയപ്പോഴേ പ്രാക്കളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട്, അമ്പലപ്രാക്കളാണ് വന്നിക്കാണ്ട് ആ നെല്ലുകളൊക്കെ തിന്നുകയാണ് കേട്ടോ. ഈ കരക്കൊക്കെ വൈക്കോല് വെച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ ഉണക്കിയിട്ട് അവർ വിൽക്കും. അപ്പോൾ ഈ നെല്ല് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ, കുത്തി ഇതാക്കി കണ്ടൊക്കെ പണ്ടുള്ള കാലങ്ങളിലൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്നു അല്ലേ. ഇപ്പം അതൊക്കെ കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊന്നും ഇപ്പോൾ ഓടി കാണാനും കിട്ടൂല കേട്ടോ, ഉൾഗ്രാമങ്ങളിലൊക്കെയാണ് കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാക്കണ് എൻ്റെ മുത്തുമണികൾ. നമ്മളെ ഇച്ചുമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചുമ്മ സ്കൂളിലിട്ട് കണ്ട് വന്നിക്കണ്. അപ്പോൾ ഇച്ചുമ്മാനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ആ കൊണ്ടുപോയ വെള്ളം എല്ലാവർക്കും കൊടുക്കണം. ഓൽക്കൊക്കെ വെള്ളത്തിന് ദാഹിച്ചാൽ തുടങ്ങിയാണ് 4 അടി നടന്നപ്പോത്തിന്. പിന്നെ പിടിച്ച് വലിച്ചു കണ്ട് കൊണ്ടുപോവാണ് കേട്ടോ, നിൽക്കൂല, അവർ പോരൂല അങ്ങോട്ട് തന്നെ. ഇവിടെയൊക്കെ മിന്നുമ്മിയൊക്കെ പോണത് ഇങ്ങോട്ട് വിളിച്ചുമ്പോൾ അങ്ങോട്ട് പോയും, അങ്ങോട്ട് വലിച്ചുമ്പോൾ ഇങ്ങോട്ടും പോയും. ഇനി ഞാൻ പോട്ടെട്ടോ പെരേക്ക്. ഒന്നാമത് നമ്മളെ അമ്മമാനെ അവിടെ ഇരുത്തിക്കാണ്ടാണ് പോന്നിക്കണത്. ഷെയ്മോൾ ഉണ്ട് അവിടെ, അതുകൊണ്ടൊരു സമാധാനം. എന്ത് കാര്യങ്ങൾക്കും ഷെയ്മോൾ അവിടെ നിർത്തിക്കാണ്ടാണ് ഞാൻ പോരൽ കേട്ടോ. ഓളെന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഉമ്മാനെ കുളിപ്പിച്ച് കൊടുക്കലും വൃത്തിയാക്കി കൊടുക്കലും കൊടുന്ന് കിടത്തലും. ഉമ്മാൻ്റെ അടുത്ത് ഓൾ തന്നെയാണ് കിടക്കുക കേട്ടോ. അവിടെ ആങ്ങളുടോടാവുമ്പോൾ അവിടെ ആങ്ങളുടെ മോളുണ്ട്, ഓൾ തന്നെയാണ് എല്ലാം നോക്കൽ. മറ്റേ ഏട്ടത്തിൻ്റെ അടുത്താവുമ്പോൾ ഏട്ടത്തിൻ്റെ ചെറിയ മോളുണ്ട്, ആരെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഷെയ്മോളെടുത്ത് ആക്കിക്കാണ്ടാണ് പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ മുത്തുമണികളെ ഇങ്ങോട്ട് പിടിച്ചുമ്പോൾ അങ്ങോട്ട് പോവുക. അപ്പോൾ അവിടെ പാല് കൊടുന്ന് വെച്ചിട്ടുണ്ട്, അതിനാണ് വട്ടം ചുറ്റുന്നത്. ഇനി അടുത്ത് പാലിന് തല്ലുവിടുകയാണ് കേട്ടോ. പാലും കുപ്പി പിടിച്ചാൽ തല്ലുവിടുകയാണ്. ആരും തൊടണ്ട, ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞപ്പോൾ ഇതിന് വെച്ച് കൊടുത്തിക്കണം. ഞാൻ പൊന്നു കരയണുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് പിടി വലി കൂടിക്കാണ്ട് ഏകദേശം 2നെയും കൂടി അങ്ങോട്ട് ഏറ്റിക്കാണ്ട് ഞാനവിടെ പൊയ്ക്കാണ് കേട്ടോ. എന്താ വെച്ചാൽ പോരൂല. അവസാനം ഇച്ചു എന്ത് കട്ടിക്കണ്, ഓളെ വെള്ളക്കുപ്പി ഒരാൾക്ക് കൊടുത്തപ്പോൾ നമ്മളെ ലിനുമോള് കരയിൽ തുടങ്ങി, ഈറാട്ടൽ തുടങ്ങി കേട്ടോ. ലിനുമോള് ചെറിയ കുട്ടി തന്നെയാണ്, 3.5 വയസ്സ് ഇങ്ങോട്ട് ആവണല്ലേ ഉള്ളൂ. അതൊക്കെ ദേഷ്യം പിടിച്ചേക്കണം ഓൾക്ക് കേട്ടോ. ഓൾക്കും വേണം വെള്ളക്കുപ്പി. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് കുപ്പി കൊണ്ടുവരിക പറയാണ്. ഏതായാലും പ്രശ്നമൊക്കെ പരിഹരിച്ചിക്കാണ്ട് ഞാനവിടെ കണ്ണും ചിമ്പി അങ്ങോട്ട് നടന്നു കേട്ടോ. ഒന്നിനാണ് ഏറ്റിക്ക് വെച്ചു പറഞ്ഞു. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ലൈക്ക് ചെയ്ത് സ്കിപ്പ് അടിച്ചാതെ കാണുവേണ്ടിട്ടോ. അസ്സലാമു അലൈക്കും.